സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. വീണ്ടും ഒരു നിയമന തട്ടിപ്പ് കേസ് വന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 9 ലക്ഷം രൂപ തട്ടിയ കേസിൽ കുണ്ട്ര സ്വദേശിയാണ് അറസ്റ്റിലായത്. 2021 കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ RJD പിന്തുണയോടെ മത്സരിച്ച വിനോദിനെയാണ് അടൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൂട്ടുപ്രതികളായ സഹോദരങ്ങളെ എടപ്പോൺ സ്വദേശികളായ മുരുകദാസ് കുറുപ്പ്, അയ്യപ്പദാസ് കുറുപ്പ് എന്നിവരും അറസ്റ്റിലായി. 15ഓളം പേരിൽ നിന്ന് സമാന രീതിയിൽ ഇവർ പണം തട്ടിയെടുത്തതായും പരാതി ഉയർന്നു വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആരോഗ്യവകുപ്പിനെ തന്നെ സംശയ നിഴലിൽ നിർത്തിയ നിയമന തട്ടിപ്പ് പരാതി ഉയർന്നു വന്നത്. വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും തന്നെ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഒരു നിയമന തട്ടിപ്പ് കേസ് പരാതി വന്നിരിക്കുന്നു. ഈ ഒരു നിലവിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ? ഏതെങ്കിലും ഉന്നതർക്ക്, രാഷ്ട്രീയ നേതാക്കളുടെ ആരുടെങ്കിലും പേര് ഈ തട്ടിപ്പ് കേസുമായി ഉയർന്നു വന്നിട്ടുണ്ടോ? ടോം, ആരോഗ്യവകുപ്പിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അടൂർ സ്വദേശിയിൽ നിന്നും 9 ലക്ഷം രൂപ ഇത്തരത്തിൽ കുണ്ടറ പള്ളിമൺ സ്വദേശിയായ വിനോദ് തട്ടിയെടുത്തു. അതുകൂടാതെ ഈ അടൂർ സ്വദേശിയുടെ തന്നെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും സമാനമായ രീതിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 19 ലക്ഷം രൂപയാണ് ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇയാൾ തട്ടിയെടുത്തിട്ടുള്ളത്. ഇയാളുടെ സഹായികളായ പന്തളം എടപ്പോൺ സ്വദേശികളായ മുരുകദാസ്, അയ്യപ്പദാസ്, ഇവർ 2 സഹോദരങ്ങളാണ്. ഈ 2 പേരും ഇതിനകത്ത് പ്രതികളാണ്. ഈ 3 പേരെയും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15ഓളം കേസുകൾ സമാനമായ രീതിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൽ ഏറ്റവും വലിയ രീതിയിലുള്ള തട്ടിപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ജോലി വാഗ്ദാനം ചെയ്തതിനു ശേഷം നിയമന ഉത്തരവ് വരെ കൃത്രിമമായി ഉണ്ടാക്കി ഈ യുവതിക്ക് നൽകിയിരുന്നു. പിന്നീട് ഈ ജോയിൻ ചെയ്യാൻ, അതായത് ഈ ജോലിയിൽ നിയമന ഉത്തരവ് ലഭിച്ച ആ ദിവസം സെക്രട്ടറിയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം കള്ളം പറഞ്ഞ് വീണ്ടും ഈ യുവതിയെ വിളിച്ചിട്ട് ഈ നിയമന ഉത്തരവ് വാങ്ങുകയാണ് ചെയ്തത്. അത്തരത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തിയപ്പോൾ അതിന്റെ സംശയം തോന്നിയ തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഇയാൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത്. കുണ്ട്ര തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം സമാനമായ രീതിയിൽ മത്സരിച്ച് RJDയുടെ പിന്തുണയോടെ സ്വന്തമായിട്ടാണ് മത്സരിച്ചത്. അങ്ങനെ ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള ഒരു മുഖം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 15ഓളം പരാതികൾ ഇതിനകം പോലീസിൽ 2 പരാതിയിലാണ് പോലീസ് കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പിൽ കുണ്ട്ര വെള്ളിമൺ സ്വദേശി വിനോദിനെയും ഇടപ്പോൺ സ്വദേശി അയ്യപ്പദാസ്, അതുപോലെ തന്നെ അയ്യപ്പദാസിന്റെ സഹോദരൻ മുരുകദാസ് എന്നിവരെയാണ് ഇപ്പോൾ അടൂർ DSPയുടെ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശാലമായ രീതിയിൽ ഒരു തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിലവിൽ 15ഓളം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2 പരാതികളിന്മേലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 2 പരാതികളിലാണോ, 2 പേരിൽ നിന്നാണോ ഈ 9 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത്? അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടുള്ള സംശയം കൂടി പോലീസിനുണ്ടോ? 15 പേർ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് 15 പേരാണ്. കൂടുതൽ പേർ ഇവർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇത് വിലയിരുത്തേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ യുവതി മാത്രമാണ് പരാതി നൽകിയത്. ഇവരുടെ 9 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഈ യുവതിയുടെ തന്നെ ബന്ധുവായ ആരോഗ്യവകുപ്പ് ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ യുവതിക്ക് പണം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് യുവതിയുടെ ബന്ധു കൂടി പരാതിയുമായി വന്നത്. അങ്ങനെ 2 പേരുടെ 19 ലക്ഷം രൂപയാണ് ആരോഗ്യവകുപ്പിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വിനോദ് തട്ടിയെടുത്തത്. കൂടുതൽ പരാതികൾ ഇതിനു ശേഷമാണ് വരുന്നത്. അതിനുശേഷം വന്ന 15ഓളം പരാതികൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 പരാതികളിലാണ് അടൂർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ബാക്കി ഉള്ള പരാതികൾ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും വലിയൊരു തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന് വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഈ വിനോദിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പന്തളം എടപ്പോൺ സ്വദേശികളായ മുരുകദാസും സഹോദരങ്ങളായ മുരുകദാസും അയ്യപ്പദാസുമാണ്. ഇവരെ ഈ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട ആളുകൾ സമീപിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോയും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പല ദിവസങ്ങളിൽ അവിടെ കൊണ്ടുപോയി സെക്രട്ടറി സമയം നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുന്ന രീതിയൊക്കെ ഇദ്ദേഹം പിന്തുടർന്നിരുന്നു. ഇതൊക്കെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വിശ്വസിപ്പിച്ചാണ് ഇത്തരത്തിൽ പണം
തട്ടിയെടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ വിപുലമായ ഒരു തട്ടിയില് ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നറിയാം. നേരത്തെ നമുക്ക് സമാനമായ രീതിയിൽ ആരോഗ്യവകുപ്പിൽ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ തന്നെയാണ് വിവാദമായ കേസുണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു തട്ടിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദിനെയും അതുപോലെ തന്നെ മുരുകദാസിനെയും അയ്യപ്പദാസിനെയും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് വ്യക്തമായി ചോദ്യം ചെയ്തു വരികയാണ്. എത്തരത്തിലാണ് ഇവർ ഇതിനുള്ള നടപടികൾ എന്ന് മുതലാണ് 2021 മുതലാണെന്നാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനു മുൻപും സമാനമായ രീതിയിൽ മറ്റു തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിലേക്ക് പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് ആ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ലക്ഷങ്ങളുടെ തട്ടിപ്പ്, ഈ ജോലിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 9 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് കുണ്ട്ര സ്വദേശികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസിനെ സമീപിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്.